മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വാരണാസി ശിവക്ഷേത്രത്തിന്റെ മുമ്പില് വലിയൊരു അഗ്നികുണ്ഡം കൂട്ടി ഔറംഗസീബ് ഈ താളിയോല ഗ്രന്ഥങ്ങളെല്ലാം കത്തിച്ചു അത്രേ. ഭാരതത്തെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം 600 വർഷം നടന്നിട്ട് പരാജയപ്പെട്ടതിന്റെ വാശി തീർക്കാൻ 186 ദിവസം താളിയോല ഗ്രന്ഥങ്ങൾ കത്തിക്കൊണ്ടേയിരുന്നു വാരണാസി ശിവക്ഷേത്രത്തിന്റെ മുമ്പില്. എന്നിട്ടും ഭാരതത്തിലെ ഗ്രന്ഥങ്ങളൊന്നും നശിച്ചില്ല. ഇന്നും ഗ്രന്ഥങ്ങളുണ്ട് ധാരാളം. ഗംഗയില് ഇറങ്ങി കുളിച്ചാല് അയാളുടെ തല വെട്ടുമെന്ന് അക്ബറിന്റെ കാലം ഉൾപ്പെടെ 150 വർഷം ഈ ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് ഗംഗാനദിയിൽ കുളിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. കുളിച്ചാൽ ഒന്നില്ലെങ്കിൽ 150 ദിനാർ ഫൈൻ കൊടുക്കണം. അന്ന് ഭാരതത്തിലെ കറൻസി ദിനാറാണ്. മുസ്ലിങ്ങളുടെ രാജ്യത്തിലെ ദിനാർ 150 ദിനാർ ഫൈൻ കൊടുക്കണം, അല്ലെങ്കിൽ കഴുത്ത് വെട്ടും. അത്രയും ക്രൂരരായിരുന്നു ഭാരതത്തിലെ മുസ്ലിം ഭരണാധികാരികൾ. അതെങ്ങാനും പറഞ്ഞാൽ വർഗീയമാകും, ചെയ്താൽ വർഗീയമാവില്ല. എന്നിട്ടും ഭാരതത്തിലെ ഗ്രന്ഥങ്ങൾ നശിച്ചില്ല. ആലോചിച്ചു നോക്കാം, തിരിച്ചൊന്ന് ആലോചിച്ചു നോക്കാം. 1917, 18, 19 കാലയളവില് കഷ്ടിച്ച് 100 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ദാസ് ക്യാപിറ്റൽ എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥം, ഡയലക്ടിക്കൽ മെറ്റീരിയലിസം എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥം പ്രചരിക്കാൻ തുടങ്ങിയത്. 98, 99, 100 വയസ്സായിട്ടുള്ളൂ. 1917, 18, 19 ഒന്നാം ലോക മഹായുദ്ധം ഏതാണ്ട് കഴിയാറായപ്പോ കമ്മ്യൂണിസം എന്ന പുതിയ ആശയം, വലിയ ആശയമാണല്ലോ ഇല്ലേ? നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് മാങ്ങാത്തൊലി എന്ന് പറയുന്ന ഒരു ആശയമാണല്ലോ. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിച്ചു നേതാക്കന്മാരെ ഉണ്ടാക്കുവിൻ, അവർ ബാക്കിയുള്ളത് ചെയ്തോളും എന്നുള്ള മന്ത്ര തുല്യമായിട്ടുള്ള മുദ്രാവാക്യം. തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യമില്ലേ? മക്കളെയൊക്കെ മൾട്ടിനാഷണൽ കമ്പനിയിലും കോർപ്പറേറ്റ് കമ്പനികളിലും ജോലിക്ക് വിട്ടിട്ട് മൾട്ടിനാഷണൽ കമ്പനിക്കും കോർപ്പറേറ്റ് കമ്പനികൾക്കും എതിരെ സമരം ചെയ്യുന്ന വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദത്തിന്റെ ഗ്രന്ഥങ്ങൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, പ്രചരിക്കാൻ തുടങ്ങിയത് 1917, 18, 19 കാലയളവില്. ഇന്ന് ആ ഗ്രന്ഥങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ട്? വെറുതെ ചിന്തിച്ചു നോക്കാം. അച്യുതാനന്ദൻ സാറ് ബീഡി തെറുപ്പ് തൊഴിലാളിയോ തയ്യൽ തൊഴിലാളിയോ മറ്റോ ആയിരുന്നു. അങ്ങർക്ക് ഈ 3 ഗ്രന്ഥം വായിച്ചാലും മനസ്സിലാവില്ല, ഉറപ്പാണ്. ഇപ്പോഴും അദ്ദേഹം പലതും എഴുതുന്നതും വായിക്കുന്നതും മോദി ഇസ്രായേലിൽ പോയിട്ട് പറഞ്ഞതൊക്കെ വായിക്കുന്നതും തന്നെത്താനെ തലയിൽ ഉദിച്ചതൊന്നുമല്ല, ആരോ എഴുതി കൊടുക്കണതാ. ആരാധ്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് ഇതൊന്നും മനസ്സിലാവില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഇത് വായിക്കുകയില്ല, തുറന്നു നോക്കില്ല. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. വായിച്ചിട്ടുണ്ടെങ്കിൽ കുറെ കൂടി നമ്പൂതിരിപ്പാട് എന്ന പേരെങ്കിലും ആദ്യം അങ്ങേര് മാറ്റുമായിരുന്നു. ഭാര്യയുടെ പേരിൽ പഴനി ചെന്ന് നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നില്ല. മക്കളെയൊക്കെ നമ്പൂതിരിമാർക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നില്ല, ശരിക്കും വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. AKG വായിച്ചിരിക്കാൻ സാധ്യതയില്ല, വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രയോഗിച്ചിട്ടില്ല. S.A. ഡാംഗയും ബുദ്ധദേവ് ഭട്ടാചാര്യയും അതുപോലെ ബംഗാളിലെ നേതാക്കന്മാരും നൃപൻ ചക്രവർത്തി എന്ന ത്രിപുരയിലെ നേതാക്കന്മാരും ആരും ഇത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല. അപ്പൊ 100 വർഷം പോലും തികയാത്ത ആ ഗ്രന്ഥങ്ങള് അതിന്റെ ആരാധകർ പോലും വായിച്ചിട്ടില്ല. അതിന്റെ ആരാധകർ, കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന സഖാവ് എന്ന് വെക്കുന്ന ഒരു വ്യക്തിയും അവരുടെ ഗ്രന്ഥം വായിച്ചിട്ടില്ല. ഇനി കോൺഗ്രസ്സുകാരുടെ കാര്യം ആലോചിച്ച് നോക്കാം. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് എന്നൊരെണ്ണം ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി. പിന്നെ മകൾക്ക് എഴുതിയ കത്തുകള്, പ്രേമലേഖനങ്ങൾ പോലെയുള്ളത്. ഈ നെഹ്റു എഴുതിയ എത്ര പുസ്തകം ഇന്ന് വായിച്ചവരുണ്ട്? നെഹ്റുവിന്റെ എത്ര പുസ്തകങ്ങള് റീപബ്ലിഷ് ചെയ്യുന്നുണ്ട്? ഭാരതത്തിലെ 127 കോടി ജനതയിൽ എത്ര പേരത് വായിക്കുന്നുണ്ട്? വേറെ കുറേയധികം ഗ്രന്ഥങ്ങൾ അങ്ങനെ എടുത്തു നോക്കാം. ആരൊക്കെയാണ് ഇത് വായിക്കുന്നത്? കോൺഗ്രസ്സുകാർ കോൺഗ്രസ് നേതാക്കൾ എഴുതിയതൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എഴുതിയതൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. മാത്രമല്ല, കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലമായിട്ടുള്ള സോവിയറ്റ് റഷ്യയില് ഈ സ്റ്റാലിനെയും ലെനിനെയും കാറൽ മാർക്സിനെയും അതുപോലെ തന്നെ ക്യൂബയിലെ നേതാവ് ചെഗുവേരയെയും
നിങ്ങൾ കണ്ണിൽ പൊടിയിട്ടാൽ പോലും കാണാത്ത വിധത്തിൽ അവരെ നിഷ്കാസനം ചെയ്ത് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടു അവര്. പക്ഷെ അവരുടെ ഡെഡ് ബോഡിയും കൊണ്ട് ഇന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാര് ജീവിക്കുന്നു, ചിത്രവും വെച്ചുകൊണ്ട്. ഭാരതത്തിലെ നേതാക്കന്മാരെ സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല, വിദേശത്തിലെ നേതാക്കന്മാരെ സ്വീകരിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെയോ AKGയെയോ ഇവിടുത്തെ ആരെയെങ്കിലും അവർ പൂജിക്കുന്നുണ്ടോ? ഒന്ന് വെറുതെ നോക്കുക. അവർക്ക് കേരളത്തിലെ ഒരു അറേബ്യൻ കഥയിൽ ശ്രീനിവാസൻ ചൈന ഇന്ത്യ ബായി ബായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ പോകുന്നുണ്ട്. നമ്പൂതിരിപ്പാടും AKGയും ഒക്കെ ചൈനക്കാർക്കും റഷ്യക്കാർക്കും അറിയാവുന്ന വ്യക്തികളാണെന്ന്. അവിടെ ചൂലെടുത്ത് തൂക്കുന്നത്ര ഒരു സർവന്റിന്റെ സ്ഥാനം പോലും ഇവർക്ക് അവരവിടെ കൊടുത്തിട്ടില്ല. ഏതായാലും ഈ 100 വർഷം തികയാത്ത കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങള്, 60 വർഷം തികയാത്ത കോൺഗ്രസ് ഗ്രന്ഥങ്ങള്, അത് വായിക്കാൻ ആരുമില്ല. പക്ഷെ ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം വായിക്കാൻ ഇന്ന് ആൾക്കാരുണ്ട്. 10,000 ആൾക്കാർ ലോകത്തിൽ എല്ലായിടത്തും. ഫിജിയിൽ നിന്ന് വന്നവർ രാമായണം വായിക്കുന്നത് ഞാൻ കേട്ടു. അതുപോലെ തന്നെ ധാരാളം സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളില്, ട്രിനിഡാഡ്, ഫിജി, ഗയാന, ഇവരെല്ലാം ഞാൻ നേരിട്ട് കണ്ടു കാനഡയിൽ ഇരിക്കുമ്പോൾ. അവരെല്ലാം രാമായണം വായിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഇഷ്ടംമാതിരി രാമായണം വായിക്കുന്നുണ്ട്. ഹനുമാൻ ചാലീസ അറിയാത്തവരില്ല നോർത്ത് ഇന്ത്യക്കാര്, രാമചരിതമാനസം വായിക്കാത്തവരില്ല. എന്തേ രാമായണം നിലനിന്നു? ദ്വാപരയുഗത്തിലെ ഭഗവത്ഗീത നിലനിൽക്കുന്നു. യൂണിവേഴ്സിറ്റികളിൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നു. ബൈബിള് പഠിപ്പിക്കാറില്ല, മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട്. തിയോളജിയുടെ ഭാഗമായിട്ട് പഠിപ്പിക്കാറുണ്ട്. മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഖുർആൻ പഠിപ്പിക്കാറില്ല. ഒരുപക്ഷെ മദ്രസകളിൽ അവർ പഠിപ്പിക്കുന്നുണ്ട് മതത്തിന്റെ ഭാഗമായിട്ട്. ഭഗവത്ഗീത മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നു. രാമായണം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നു. ദ്വാപരയുഗത്തിലെ മഹാഭാരതം ഇന്ന് ചർച്ചാ വിഷയമായിട്ട് വലിയ സീരിയലുകളും സിനിമയുമായിട്ട് മാറുന്നു. എന്തേ അത് നിലനിൽക്കുന്നു? മറ്റുള്ളത് നിലനിൽക്കാതെ പോയത് എന്തുകൊണ്ടാണ്? നെഹ്റുവിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്കും സോണിയാഗാന്ധിയും മറ്റുള്ളവരും കൂടി ചേർന്നിട്ടാണ് തടഞ്ഞതെന്ന് തോന്നുന്നു. കാരണം മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യ ഈ നെഹ്റുവുമായിട്ട് വലിയ ലോക്യത്തിലായിരുന്നപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞു, ഞാനിവിടെ ഇനി തുടർന്നാൽ എന്റെ ഭാര്യയെ നഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് അങ്ങേര് ഭാര്യയെ കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പൊ നെഹ്റുവിന്റെ തനി നിറം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സിനിമ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? അതെല്ലാം കാലചക്രത്തിന്റെ തിരിച്ചിലിൽ ഇല്ലാതെയായി. ത്രേതായുഗത്തിലെ രാമായണം ഇന്നുമുണ്ട്. ദ്വാപരയുഗത്തിലെ ഭാഗവതവും ഭഗവത്ഗീതയും മഹാഭാരതവും പുരാണങ്ങളും ഇന്നുമുണ്ട്. നിലനിൽക്കേണ്ടതിനെ കാലം നിലനിർത്തും, നിലനിർത്തേണ്ട ആവശ്യമില്ലാത്തതിനെ കാലം അടിച്ചു തെറിപ്പിക്കും എന്നുള്ളത് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.